നമസ്കാരം. മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം. സീരിയലുകളിലൂടെ മലയാളികളുടെ മനസ്സിൽ ഇടം കണ്ടെത്തിയ നടിയാണ് ആലീസ് ക്രിസ്റ്റി ഗോമസ്. അതിനുശേഷം സ്റ്റാർ മാജിക്കിലും സജീവമായി. മഴവിൽ മനോരമയിൽ ഒരു കാലത്ത് സൂപ്പർ ഹിറ്റായിരുന്ന പരമ്പര മഞ്ഞുരുകും കാലം എന്ന സീരിയലിലൂടെയാണ് ആലീസ് ശ്രദ്ധിക്കപ്പെടുന്നത്. പിന്നീട് സ്ത്രീപദം, കസ്തൂരിമാൻ തുടങ്ങി നിരവധി സീരിയലുകളിൽ ശ്രദ്ധേയമായ വേഷങ്ങൾ ചെയ്തു. എന്നാൽ സീരിയലുകളിലൂടെയും സ്റ്റാർ മാജിക് ഷോകളിലൂടെയും ഇല്ലാത്ത അത്രയും ആരാധകർ ആലീസിന് കിട്ടിയത് യൂട്യൂബിലാണ്. കല്യാണത്തോടനുബന്ധിച്ച് തുടങ്ങിയ യൂട്യൂബ് ചാനൽ പെട്ടെന്നാണ് പ്രേക്ഷകർക്കിടയിൽ വലിയ സ്വീകരണം ലഭിച്ചത്. ചാനൽ തുടങ്ങി വൈകാതെ 10 ലക്ഷത്തോളം സബ്സ്ക്രൈബേഴ്സിനെ ചാനൽ സമ്പാദിക്കുകയും ചെയ്തു. തന്റെ വിശേഷങ്ങളും മേക്ക് ഓവർ വീഡിയോകളും ഷൂട്ടിംഗ് ലൊക്കേഷനിലെ വിശേഷങ്ങളുമെല്ലാം ഒന്നിനു പിറകെ ഒന്നായി ആലീസ് തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലും യൂട്യൂബ് ചാനലിലും പങ്കുവയ്ക്കാറുണ്ട്. സീരിയൽ അഭിനയത്തിന് പുറമെ മോഡലിംഗ് അടക്കമുള്ളവയിൽ സജീവമാണ് ആലീസ്. 3 വർഷം മുൻപായിരുന്നു ആലീസിന്റെ വിവാഹം. പത്തനംതിട്ട സ്വദേശിയായ സജിൻ സാമുവലാണ് ആലീസിനെ വിവാഹം ചെയ്തത്. ആലീസിന്റെ ബ്ലോഗുകളിലൂടെയും സജിൻ പ്രേക്ഷകർക്ക് സുപരിചിതനാണ്. സോഷ്യൽ മീഡിയയിലൂടെയും ആലീസ് തന്റെ വിശേഷങ്ങളും എല്ലാം ആരാധകരുമായി പങ്കുവയ്ക്കാറുണ്ട്. സ്വന്തം കുടുംബത്തിനെ എന്ന പോലെയാണ് ആലീസ് ക്രിസ്റ്റിക്ക് ഭർത്താവിന്റെ വീട്ടുകാരും. വിവാഹം കഴിഞ്ഞ നാൾ മുതൽ സ്വന്തം വീടിനേക്കാൾ ആലീസിന് പ്രധാനം ഭർത്താവിന്റെ വീടും വീട്ടുകാരുമാണ് എന്ന് കരുതി സ്വന്തം വീട്ടിലെ ഉത്തരവാദിത്തങ്ങളിൽ നിന്നും മാറി നിൽക്കുകയല്ല. പകരം ചെന്നു കയറിയ വീടിനെ അത്രയും സ്നേഹിക്കുന്നു എന്ന് മാത്രം. തന്റെ സ്വന്തം സഹോദരി, ഒരു കൂട്ടുകാരി, മകൾ എന്ന നിലയ്ക്കൊക്കെയാണ് ആലീസ് ഭർത്താവിന്റെ സഹോദരി കുക്കുവിനെ കാണുന്നത്. കുക്കുവും ആലീസും തമ്മിലുള്ള കോംബോ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. ഇപ്പോഴിതാ തന്റെ ജീവിതത്തിലെ ഏറ്റവും അഭിമാന നിമിഷം എന്ന ക്യാപ്ഷനോടെയാണ് ആലീസ് സന്തോഷ വാർത്ത പങ്കുവച്ചത്. ആലീസിന്റെ ഭർത്താവ് സജിന്റെ സഹോദരി കൂടിയായ കുക്കു എന്ന സ്റ്റെഫിക്ക് സർക്കാർ ജോലി കിട്ടിയ സന്തോഷമാണ് ആലീസ് പറയുന്നത്. ഇന്ന് ഞങ്ങളുടെ ഏറ്റവും അഭിമാനകരമായ ദിവസമാണ്. അവളുടെ 9 വർഷത്തെ പരിശ്രമത്തിനൊടുവിൽ ഇന്ന് ഫലം ലഭിച്ചു. അവൾക്ക് ഒരു സർക്കാർ ജോലി ലഭിച്ചു. എറണാകുളം കളക്ടറേറ്റിൽ റവന്യൂ വകുപ്പിൽ അവൾ നിയമിതയായി. അവളുടെ കഠിനാധ്വാനവും ദൃഢനിശ്ചയവും നിറഞ്ഞ ആ ദിവസങ്ങൾ ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. ഞങ്ങളിപ്പോൾ 4 വർഷമായി ഒരുമിച്ചാണ്. ആദ്യത്തെ 2 വർഷങ്ങളിൽ അവൾ എന്നോടൊപ്പം അധികം ഉണ്ടായിരുന്നില്ല. സ്പോർട്സ് മത്സരങ്ങൾക്കായി അവൾ ഇന്ത്യയിലുടനീളമുള്ള യാത്രകൾ തിരക്കുകൾ. ഞങ്ങളുടെ വിവാഹത്തിനും ഗൃഹപ്രവേശത്തിനും പോലും അവൾക്ക് സുഖമില്ലായിരുന്നു. നീണ്ട മത്സര പരമ്പരകളും തിരക്കേറിയ ഷെഡ്യൂളുകളും കാരണം അവൾ അത്രയും ടയേർഡായിരുന്നു. ഇന്ന് അവളുടെ എല്ലാ ത്യാഗങ്ങൾക്കുമുള്ള ഫലം ലഭിച്ചു. ഉറക്കമില്ലാത്ത യാത്രകൾ മുതൽ യാത്രയിൽ നേരിട്ട ബുദ്ധിമുട്ടുകൾ ഏറെയുണ്ട്. പക്ഷേ ആ കഠിനാധ്വാനത്തിന്റെ ഫലം കുക്കുവിന് ലഭിച്ചു. അവളുടെ ആ യാത്രയിൽ എനിക്ക് വളരെ അഭിമാനമുണ്ടെന്നും ആലീസ് കുറിച്ചു. ഒരുപാട് കമന്റും ആണ് മുൻപത്തെ പോലെ ഇത്തവണയും ആലീസിന് ലഭിക്കുന്നത് എന്നും ഈ സ്നേഹം ഇങ്ങനെ തന്നെ ഉണ്ടാകണമെന്നാണ് ഭൂരിഭാഗം ആളുകളുടെയും കമന്റ്. ഇത്രയും നല്ല കുടുംബത്തെ കിട്ടിയ ആലീസും ആലീസിനെ പോലൊരു മകളെ കിട്ടിയ സജിന്റെ കുടുംബവും ഭാഗ്യം ചെയ്തവരാണ് എന്നും കമന്റുകൾ വരുന്നുണ്ട്. സൂപ്പർ ഗിഫ്റ്റ്, ദൈവം അനുഗ്രഹിക്കട്ടെ എന്നിങ്ങനെ പോകുന്നു മറ്റു കമന്റുകൾ. അതേസമയം മുഖത്ത് സർജറി ചെയ്തു, മുഖത്തിന്റെ ഷേപ്പ് എങ്ങനെയാണ് മാറ്റിയെടുത്തത്, ഏത് സർജറി ആയിരുന്നു ചെയ്തത് എന്ന് തുടങ്ങി നിരന്തരം സോഷ്യൽ മീഡിയയിലൂടെ വരുന്ന കമന്റുകൾക്ക് മറുപടിയുമായും ആലീസ് എത്തിയതും ഏറെ വൈറലായിരുന്നു. മുഖത്തിന്റെ ഷേപ്പ് എങ്ങനെയാണ് മാറിയത് എന്നുള്ള ചോദ്യം കാലങ്ങളായി ഞാൻ കേൾക്കുന്നു. അതിനുള്ള മറുപടി വീഡിയോയിലൂടെ ചെയ്യാമെന്ന് കരുതി. ഈ മാറ്റത്തിന് പിന്നിൽ കുറച്ച് കാരണങ്ങളുണ്ട്. നേരത്തെ ഞാൻ നന്നായി മധുരം കഴിക്കുമായിരുന്നു. ക്രീം കേക്കും ഐസ്ക്രീമും ഒക്കെ എന്റെ വീക്ക്നെസ് ആയിരുന്നു. കല്യാണം കഴിഞ്ഞ് കൊച്ചിയിലേക്ക് വന്ന സമയത്ത് മിക്കപ്പോഴും കേക്ക് കഴിക്കുമായിരുന്നു. മധുരം ഇടാതെ ചായയും ജ്യൂസും ഒക്കെ കുടിക്കാം. പക്ഷേ ഐസ്ക്രീമും കേക്കും ഒഴിവാക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ അത് ഞാൻ കുറച്ചു. 1 മാസം ഫുൾ കട്ട് ചെയ്തു. പിന്നെ കുറച്ചൊക്കെ കഴിച്ചു തുടങ്ങി. ഫേഷ്യൽ വർക്കൗട്ടുകളും സ്ഥിരമായി ചെയ്യുമായിരുന്നു. അതും നല്ല റിസൾട്ട് നൽകിയിട്ടുണ്ട്. കഴുത്തിലും കയ്യിലും ഒക്കെ കുറച്ച് ഫാറ്റുള്ള കൂട്ടത്തിലാണ് ഞാൻ. കഴുത്തിനും കുറച്ച് നീളം കൂടുതലാണ്. ജിമ്മിൽ പോയപ്പോഴും മധുരം കുറച്ചപ്പോഴും ഇതിൽ നല്ല മാറ്റങ്ങളുണ്ടായിരുന്നു. ഫേഷ്യൽ യോഗ ചെയ്യുന്നതിന് മുൻപ് ഒരു സിറം യൂസ് ചെയ്യുന്നത് നല്ലതാണ്. ഡ്രൈ സ്കിൻ ആവുമ്പോൾ മൂവ്മെന്റ്സ് കിട്ടാൻ പാടാണ്. 6-7 മാസം കഴിഞ്ഞാണ് എനിക്ക് മാറ്റങ്ങൾ വന്നത്. പെട്ടെന്നൊരു മാറ്റം പ്രതീക്ഷിച്ച് ഇത് ചെയ്യരുതെന്നും ആലീസ് പറഞ്ഞിരുന്നു. യോഗ ചെയ്യുന്ന സമയത്ത് നിവർന്നിരിക്കാൻ ശ്രദ്ധിക്കണം. സർജറി ചെയ്താണോ ഈ മാറ്റം എന്ന് കുറച്ചു പേർ ചോദിച്ചിരുന്നു. അതിനുള്ള മനോധൈര്യം എനിക്കില്ല. ഇഞ്ചക്ഷൻ എടുക്കുമ്പോഴേ കൈയും കാലും വിറയ്ക്കുന്ന ഞാനാണ്. എനിക്ക് എങ്ങനെയാണ് സർജറി ചിന്തിക്കാൻ പറ്റില്ല. അനസ്തേഷ്യയൊക്കെ തന്നിട്ട് പിന്നെ എഴുന്നേറ്റില്ലെങ്കിലോ എന്നൊക്കെ ഓർത്താണ് പേടി. അതുകൊണ്ട് സർജറിയെ കുറിച്ചൊന്നും ചിന്തിക്കുന്നേ ഇല്ലെന്നായിരുന്നു ആലീസ് വിശദീകരിച്ചത്. അടുത്തിടെയായിരുന്നു ആലീസ് ക്രിസ്റ്റിയും സജിനും സ്വന്തമായി ഫ്ലാറ്റ് വാങ്ങിയത്. പിറന്നാൾ ദിനത്തിലായിരുന്നു പുതിയ ഫ്ളാറ്റിന്റെ താക്കോൽ സജിൻ ആലീസിന് സമ്മാനിച്ചത്. സ്വന്തമായി ഫ്ളാറ്റ് വാങ്ങിയ സന്തോഷം ആലീസ് പങ്കുവച്ചതും ഏറെ വൈറലായിരുന്നു. 3-4 വർഷത്തെ കാത്തിരിപ്പിനൊടുവിലാണ് ഒരു വീട് സ്വന്തമാക്കുന്നത്. ഫ്ളാറ്റിലെ കാര്യങ്ങളെക്കുറിച്ച് പറയാനൊക്കെ ഒരുപാട് എക്സൈറ്റഡ് ആണ് ഞാൻ. ഫ്ളാറ്റിന് മുന്നിൽ നിന്നും ഇൻട്രോ എടുക്കണമെന്നുണ്ടായിരുന്നു. അവിടെ പണി നടക്കുകയാണ്. വളരെ ചെറിയൊരു ഫ്ളാറ്റാണ്. ടൈലൊക്കെ ഇട്ടു. കിച്ചൺ വർക്കൊക്കെ ഏകദേശം കഴിയാറായി. പാലുകാച്ചൽ ഡേറ്റ് എടുക്കാൻ വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ്. ജോലിയുടെ ഭാഗമായി പുറത്തു പോയിരിക്കുകയാണ് ഇച്ചായൻ. ഞാനാണ് പണികളൊക്കെ മോണിറ്റർ ചെയ്യുന്നത്. രാത്രിയിൽ ഇച്ചായൻ ഫ്രീ ആവുമ്പോൾ വീഡിയോ കോളിലൂടെ കാണിക്കാനും പറ്റില്ല. കാര്യങ്ങളെക്കുറിച്ച് വിശദമായൊന്നും പറയുന്നില്ല. പാലുകാച്ചലിന്റെ അന്ന് എന്തെങ്കിലും പറയാൻ വേണ്ടേ?
പ്രെയർ യൂണിറ്റും ലിവിംഗ് റൂമും ഓപ്പൺ കിച്ചണും എല്ലാം ഞങ്ങളായിട്ട് തന്നെ വെച്ച് ഓപ്ഷനാണ്. ഞാൻ ആഗ്രഹിച്ച പോലെ ഒരു കിച്ചൺ ആയിരിക്കും ഇവിടത്തേത്. അവിടെ നിന്നും കുക്ക് ചെയ്യുന്നതൊക്കെ ഞാൻ സ്വപ്നം കാണാറുണ്ടെന്നും ആലീസ് പറഞ്ഞു. ആലീസ് തിരുവനന്തപുരം സ്വദേശിയാണ്. സീരിയലും TV ഷോകളും എല്ലാമായി മിനിസ്ക്രീനിൽ സജീവമായതിനാൽ ഭർത്താവുമായി എറണാകുളത്ത് സെറ്റിൽഡ് ആണിപ്പോൾ. ആലീസ് ഇരുവരുടെയും വീട്ടുകാർ നിശ്ചയിച്ചുറപ്പിച്ച വിവാഹമായിരുന്നു. ജീവിതം കൂടുതൽ ആസ്വദിച്ചു തുടങ്ങിയത് വിവാഹശേഷമാണെന്നാണ് ആലീസ് നിരന്തരം പറയാറുള്ളത്. കരിയർ ബിൽഡ് ചെയ്യാൻ ആലീസിന് ഏറ്റവും കൂടുതൽ പ്രചോദനം നൽകുന്നതും സജിനാണ്. യൂട്യൂബ് ചാനലുമായി ബന്ധപ്പെട്ടതും ബിസിനസ്സും പ്രൊഡക്ഷൻ കമ്പനിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമെല്ലാം നിയന്ത്രിക്കുന്നതും സജിൻ തന്നെയാണ്. പ്രൊഡക്ഷൻ ഹൌസ് ആരംഭിച്ചതിനെപ്പറ്റി ആലീസ് മുൻപ് പറഞ്ഞിരുന്നു. ബ്രാൻഡുകൾക്കും സോഷ്യൽ മീഡിയ കണ്ടന്റ് ക്രിയേറ്റർമാർക്കും വേണ്ടി വീഡിയോ പ്രൊഡക്ഷൻ ചെയ്യാനാണ് തങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്ന് ആലീസ് വീഡിയോയിൽ പറഞ്ഞിരുന്നു. നമുക്കിനി എക്സ്ട്രാ ഓർഡിനറി ആയി എന്തെങ്കിലും ചെയ്യാമെന്നും താരം വീഡിയോയിൽ പറഞ്ഞു. സൈഡ് ബിസിനസ് വേണമെന്ന് ആഗ്രഹമുണ്ടെന്ന് ആലീസ് ക്രിസ്റ്റി മുൻപും പറഞ്ഞിരുന്നു. ഒരു അഭിമുഖത്തിൽ 10 വർഷത്തിനപ്പുറമുള്ള ജീവിതത്തെക്കുറിച്ചുള്ള പ്ലാൻ പങ്കുവയ്ക്കുകയായിരുന്നു താരം. ഒരു ദിവസം യൂട്യൂബും അഭിനയവും ഇല്ലാതായാൽ എന്ത് ചെയ്യുമെന്ന ആശങ്കയുണ്ട്. പ്രൊഡക്ഷൻ ഹൌസ് മനസ്സിലുണ്ട്. ജീവിതത്തിൽ വലിയ ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നില്ല, പക്ഷേ ദൈവം ഒരുപാട് തന്നു. ബുദ്ധിമുട്ടുകളൊന്നുമില്ലാതെ ഇതുവരെ ഇതുപോലെ തന്നെ മുന്നോട്ട് പോയാൽ മതിയെന്നും ആലീസ് പറഞ്ഞിരുന്നു. വിവാഹശേഷവും അഭിനയ രംഗത്ത് സജീവമാണ് ആലീസ്. കലാജീവിതത്തിന് മികച്ച പ്രോത്സാഹനമാണ് ഭർത്താവ് സജിൻ തരുന്നതെന്ന് ആലീസ് പറഞ്ഞിരുന്നു. യൂട്യൂബ് ചാനലിൽ നിന്നുള്ള വരുമാനത്തെ ചൊല്ലിയുള്ള ചർച്ചകളോട് പ്രതികരിച്ച് ആലീസ് രംഗത്തെത്തിയതും തന്റെ യൂട്യൂബ് വരുമാനത്തെ ചൊല്ലി സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന ചർച്ചകളോട് പ്രതികരിച്ചതും സോഷ്യൽ മീഡിയയിൽ ഏറെ വൈറലായിരുന്നു. താൻ എങ്ങനെയാണ് യൂട്യൂബ് ചാനൽ ആരംഭിച്ചത് എന്നും ആലീസ് പറഞ്ഞിരുന്നു. തന്റെ കല്യാണത്തിന് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് ചാനൽ തുടങ്ങിയത്. ആദ്യം ചെയ്ത വീഡിയോ തങ്ങളുടെ സേവ് ദ ഡേറ്റ് ആയിരുന്നു. യൂട്യൂബ് ചാനൽ എന്ന ആശയം തന്നോട് നിർദ്ദേശിക്കുന്നത് നടൻ ആനന്ദ് നാരായണനാണെന്നും ആലീസ് പറഞ്ഞിരുന്നു. സഹായത്തിനായി തന്റെ ടീമിനെ അദ്ദേഹം വിട്ടു നൽകിയിരുന്നു എന്നും ആലീസ് പറഞ്ഞിരുന്നു. തുടക്കത്തിലെ 9 മാസം ഫുൾ ടീമും കൂടെ ഉണ്ടായിരുന്നു. ആഴ്ചയിൽ 2 വീഡിയോ എന്ന നിലയിൽ തന്നെ പോവുകയും ചെയ്തിരുന്നു. എന്നാൽ പിന്നീട് താൻ തന്നെ വീഡിയോ എഡിറ്റ് ചെയ്തിടാൻ തുടങ്ങിയെന്നാണ് ആലീസ് പറയുന്നത്. എന്നാൽ തിരക്കു കാരണം 6 മാസം മുൻപ് എഡിറ്റ് ചെയ്യാൻ വേറെ ആളെ വെച്ചു. ഇപ്പോൾ തന്റെ കൂടെ ഒരു ടീം തന്നെ ഉണ്ടെന്നും ആലീസ് പറഞ്ഞിരുന്നു.